സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസ് ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ഒരു പുതിയ സ്കില്ല് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ ഞാൻ കുറച്ച് ആൾക്കാരുടെ സാമ്പിൾ, എനിക്ക് ഫസ്റ്റ് അയച്ചു തന്ന കുറച്ച് ആൾക്കാരുടെ സാമ്പിൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളോട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതാണ്. ഇത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കി ഞാൻ മനസ്സിലാക്കിയ റീഡ് ചെയ്ത ചില കാര്യങ്ങളാണ്. ഇതെന്റെ ജഡ്ജ്മെന്റ് അല്ല. ഓക്കെ, ഇതെന്റെ ഞാൻ വിധി പറയുകയല്ല. പക്ഷെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ചില പാറ്റേണുകളെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിക്കുകയാണ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ലെറ്റ് മീ ഫസ്റ്റ് നമ്മളെ ചാറ്റ് ഒന്ന് ഹോസ്റ്റ് ഓൺലി ആക്കുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുമ്പോൾ ആ ആളിവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ആരും പറയരുത് ഇത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് പറയരുത്. ഓക്കെ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഞാൻ ചാറ്റ് പ്രൈവറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ചെയ്തതിന് ശേഷം എത്ര പെർസെൻറ്റേജ് ആണ് ഞാൻ പറഞ്ഞതിൽ കറക്റ്റ് ഉള്ളത് എന്നൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സോ ആരും പറയണ്ട ഇത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് പറയണ്ട. ഓക്കെ, രണ്ടാമത്തത്, ഞാൻ പറയുന്നതിൽ എത്രത്തോളം പെർസെൻറ്റേജ് നിങ്ങൾ പറയാൻ മാറൂഫ് നിങ്ങൾ പറഞ്ഞത് ഭയങ്കര കറക്റ്റാണ്. അപ്പോൾ ആ കറക്റ്റിന്റെ പെർസെൻറ്റേജ് 60%, 70%, 80%, 100% കറക്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് മൂവിയാണ്. എഗൈൻ പറയുന്നു, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് നിങ്ങൾ പറയരുത്. ചാറ്റ് ഓൾറെഡി ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. നോബഡി എൽസ് ക്യാൻ സീ. ഇതാണ് ഒന്നാമത്തെ ഒരു ഹാൻഡ് റൈറ്റിംഗ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇയാൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ അവരെ പേര് കട്ട് ചെയ്ത് ഒഴിവാക്കി പ്രസന്റേഷൻ വെച്ചാണ് ഞാൻ അത് റീഡ് ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബയാസ് ഇല്ലാതിരിക്കാനാണ്. ഓക്കെ, സോ ഈ റീഡറെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് ത്രെഡുകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിന്റെ 2-3 സംഭവങ്ങളെ എല്ലാവരുടെയും പറയുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. ബിക്കോസ് വി ഗോണ ലേൺ ദാറ്റ് സൂൺ. ഓക്കെ, സോ ഈ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്? ഒന്ന്, ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇമാജിനേഷൻ കപ്പാസിറ്റി ഉണ്ട്. ഈ ടൈപ്പ് ഓഫ് റൈറ്റേഴ്സിന് ഇമാജിനേഷൻ ഭയങ്കരമായിരിക്കും. ഇതൊരു കൺസ്ട്രക്റ്റീവ് വേയിൽ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഡിസൈനർ ആണെങ്കിൽ, ഒരു ഒരു റൈറ്റർ ആണെങ്കിൽ, ചിത്രം വരക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഷംഷീറിനെ പോലെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആളുകളാണെങ്കിൽ, ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഇത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കും. ഇവരുടെ ഇമാജിനേഷൻ കൂടുതലാണ് ഇവർക്ക് എന്നുള്ളതാണ്. നൗ ഇവര് ഭയങ്കരമായിട്ട് ടോക്ക് ചെയ്ത് ഫുൾ ടൈം സംസാരപ്രിയരായിരിക്കും. ഇവര് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ദേ ലവ് ടു ടോക്ക്. സംടൈംസ് ദേ വിൽ ടോക്ക് ജസ്റ്റ് ടു ഹിയർ their own inner voice. അതായത് അവരുടെ ഉള്ളിൽ ഒരു ഇന്നർ വോയിസ് ഉണ്ട്, അത് കേൾക്കാൻ വേണ്ടി അവർ സംസാരിക്കും. പലപ്പോഴും അവരെ കുറിച്ച് ചോദിക്കാതിരിക്കാൻ വേണ്ടി അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഷംഷീറിന് ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഷംഷീറിനോട് ഞാൻ ആ പ്രശ്നത്തെ കുറിച്ച് ചോദിക്കാതിരിക്കാൻ വേണ്ടി ഷംഷീർ സംസാരിച്ചുകൊണ്ടേയിരിക്കും, എന്നെ സംസാരിക്കാൻ വിടില്ല. ഇതൊക്കെ എന്താണ്? ഒരു 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 ഇവരുടെ ഒരു സംഗതിയാണ്. ഇവർ ഭയങ്കരമായിട്ടുള്ള ഒരു കൺവെർസേഷനിസ്റ്റ് ആയിക്കാരം. ഇവർക്ക് നന്നായി സംസാരിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയുള്ള ആൾക്കാരാണ്. ഇവിടെ മറ്റൊരു സംഭവം, ഇറിറ്റേഷൻ. ടെക്സ്റ്റിൽ എഴുതിയ എഡിറ്റിംഗിൽ എന്തോ ഒന്ന് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇവർക്ക് ഇറിറ്റേഷൻ ഉണ്ട്. ആ ടെക്സ്റ്റ് തെറ്റാണ് അടിയിൽ വന്നത്. ഇറിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സെൽഫിൽ ഇറിറ്റേഷൻ ഉണ്ട്, ടുവേർഡ്സ് അതേഴ്സും ഇറിറ്റേഷൻ ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ അവരുടെ ജോലിയിലാക്കാരം, ചിലപ്പോൾ അവരുടെ ഹെൽത്തിലായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ റിലേഷൻഷിപ്പിലാക്കാരം. ദേ ഹാവ് ഇറിറ്റേഷൻ. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ സാമ്പിൾ. ഈ ഒന്നാമത്തെ സാമ്പിളിന്റെ ആൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ വരിക. ഐ വിൽ വെയിറ്റ് ഫോർ 10 സെക്കൻഡ്. ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രൂ ആണെന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. 100% ട്രൂ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. വെരി ഗുഡ്. ഓക്കെ, ഗുഡ്. നൗ സെക്കൻഡ് സാമ്പിൾ ആണ്. ഈ സാമ്പിൾ ആരെയെന്ന് എനിക്കറിയില്ല. ഓക്കെ, അറിയുന്ന ആളുകൾ ചാറ്റ് ബോക്സിൽ വന്നിട്ട് എത്ര ശതമാനമാണ് സത്യം എന്നുള്ളത് പറയാം. ഓക്കെ, ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ അക്യുമുലേറ്റീവ് തിങ്കേഴ്സ് ആണ്. ഓക്കെ, അവരൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അവരിങ്ങനെ ഇഷ്ടിക ഇങ്ങനെ അടുക്കി വെക്കണ പോലെയാണ് ഒരു കാര്യങ്ങൾ തീർക്കുക. ഓക്കെ, ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള റിട്ടൻഷൻ കപ്പാസിറ്റി, അതായത് ഭയങ്കരമായിട്ടുള്ള ഓർമ്മശക്തി ഇവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു 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 മെയ്സൺ ഇങ്ങനെ ബ്രിക്സ് ഒക്കെ അടുക്കി ഒരു ബിൽഡിംഗ്, ഒരു വീട്, ഒരു ചുമരുണ്ടാക്കുന്നത് പോലെ ആയിരിക്കും ഇവർ പലപ്പോഴും ഡിസിഷൻ എടുക്കുക. അവർക്ക് എല്ലാത്തിൻ്റെയും ക്ലാരിറ്റി ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും? ഡിസിഷൻ എടുക്കാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഇതാണ് ഇവരുടെ ഒന്നാമത്തെ ഫൈൻഡിങ് എന്ന് പറയുന്നത്. ഇവർക്ക് ഫ്ലൂയിഡിറ്റി ഓഫ് തോട്ട്സ് ഉണ്ട്. അതായത് ഇവർക്ക് പലപ്പോഴും ഇവരുടെ ഐഡിയാസ് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്കൊരു ഐഡിയ ഷെയർ ചെയ്യണമെങ്കിൽ അവർക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവർ നല്ലൊരു കൺവേഴ്സേഷനിസ്റ്റ് ആണ്, അവർ നല്ല സ്പീക്കേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അല്ലെങ്കിലും ദർ ഈസ് എ ചാൻസ്, ബിക്കോസ് ദിസ് ഈസ് ഐ എം ഷെയറിംഗ് ദ സബ് കോൺഷ്യസ് പ്രോഗ്രാം. ഓക്കെ, ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കൺവേഴ്സേഷൻ അല്ലെങ്കിലും യു ഹാവ് ദ പൊട്ടൻഷ്യൽ ടു ബി കൺവേഴ്സേഷൻ സ്പീക്കർ ആവാൻ, റൈറ്റർ ആവാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വണ് എസ് ഓഫ് കോഴ്സ് ഇദ്ദേഹത്തിനും ഇറിറ്റേഷൻ ഉണ്ട്. അതായത് ഈസിലി ചിലപ്പോൾ ഇയാളെ പെട്ടെന്ന് നമുക്ക് പ്രൊവോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പെട്ടെന്ന് നമുക്ക് പ്രൊവോക്ക് ചെയ്യാൻ പറ്റും. ഇവര് നന്നായിട്ട് എന്ത് ചെയ്യും, ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഇവർക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും. അവർക്ക് കുറച്ചും കൂടി സ്റ്റിമുലേഷൻ കിട്ടും അവർ കാര്യം ഫിസിക്കലി ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, കമ്പ്യൂട്ടർ മുമ്പിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്നതിനൊക്കെ നല്ലത് അവർക്ക് മൂവ്മെന്റും അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് കൈയൊക്കെ തൊട്ട്, ഇപ്പൊ കുക്കിംഗ് ഇതൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി ആവശ്യമുള്ളതാണ്. അല്ലെങ്കിൽ ചില എഞ്ചിനീയറിംഗ് വർക്കുകൾ ഇതൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഇവർക്ക് ഭയങ്കര ഉണ്ടാവും. പലപ്പോഴും ഇവര് റെസ്റ്റ്ലെസ് ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും ഇവർക്ക്. ഓക്കെ, ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടോ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടോ ഒക്കെ പലപ്പോഴും അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ക്യാൻ ബി ഇറിറ്റേറ്റഡ് ബട്ട് യെറ്റ് നെവർ സേ എ വേർഡ് ടു എനിവൺ അറൌണ്ട് ഹിം ഓർ ഹെർ. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട് നാജിനോട്, പക്ഷെ ഞാൻ പറയൂല. ഇത് ഇവർക്ക് ഉണ്ടാവും, ഉള്ളിൽ ഇറിറ്റേഷൻ, പക്ഷെ പുറത്തൊന്നും കാണിക്കൂല. ഓക്കെ, ഇതാണ് രണ്ടാമത്തത്. രണ്ടാമത്തെ ആളവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ വരിക ആൻഡ് ടെൽ മീ ഹൗ മച്ച് പെർസെൻറ്റേജ് ഇസ് കറക്റ്റ്. ഒരുപാട് കാര്യങ്ങൾ റീഡ് ചെയ്തിട്ടുണ്ട്, ഇത് 1-2 സംഭവങ്ങൾ മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. I will wait for 10 seconds, 20 seconds. Yeah. I think ആളില്ല തോന്നുന്നു. ഓക്കെ, മൂന്നാമത്തെ ഞാൻ എടുക്കുകയാണ്. സെക്കൻഡ് ആളുടെ ചാറ്റ് വന്നിട്ടില്ല, മേ ബി ഹീസ് നോട്ട് ഹിയർ. ഇത് ഫുള്ള് ശരിയാണെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് തോന്നിയത് പറഞ്ഞാൽ മതി, എത്രത്തോളം ഞാൻ പറഞ്ഞത് റീഡിങ് കറക്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, മൂന്നാമത്തെ ആള് അക്യുമുലേറ്റീവ് തിങ്കേഴ്സ് ആണ്. അതായത് ദേ ടേക്ക് ലോട്ട് ഓഫ് ടൈം ടു മേക്ക് എ ഡിസിഷൻ. അവർക്ക് എന്ത് വേണം, എല്ലാത്തിനും ക്ലാരിറ്റി ആവശ്യമാണ്. എല്ലാത്തിനും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഡിസിഷൻ എടുക്കുള്ളൂ. നേരത്തെ പറഞ്ഞ സെക്കൻഡ് ആളുടെ അതേ പാറ്റേൺ ആണ് അയാൾക്കുള്ളത്. ഇദ്ദേഹത്തിന് ഫിസിക്കൽ എക്സ്പെരിമെന്റേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അതായത് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ്ങർ ആയിട്ടുള്ള ഡിസയർ ഫോർ ചേഞ്ച്, അവർക്ക് മാറ്റത്തിന് ഭയങ്കര ഡിസയർ ഉണ്ട്, വെറൈറ്റി ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഒരു സ്ഥലത്ത് തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ പറ്റില്ല, അവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അവർക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഡിസയറുള്ള ആളാണെന്നുള്ളതാണ്. ഇവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ആൾ പറഞ്ഞ ടോക്കറ്റീവ് ആണ്, ദേ ലവ് ടു ടോക്ക്. ഓക്കെ, അവർ നന്നായിട്ട് സംസാരപ്രിയരാണ് ഇവരെന്നുള്ളതാണ്. ഫ്രാങ്ക് ആൻഡ് ബ്ലണ്ട് ആണ്, അതായത് ഇവരൊരു കാര്യം സോപ്പിട്ടിട്ടൊന്നും പറയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഓക്കെ ഷംഷീർ, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം, ഈ ഒരു ഹൗസ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് വാങ്ങണം എന്ന് പറയുമ്പോൾ വളരെ ഹോണസ്റ്റ് ആയിട്ട് ബ്ലണ്ട് ആയിട്ട് അവരുടെ ഒപ്പീനിയൻ അവർ പറഞ്ഞുതരും. മറൂഫ്, നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഇത് റിസൾട്ട് കിട്ടും, ദിസ് ഈസ് മൈ ഒപ്പീനിയൻ, എക്സാക്ട്ലി പറയും. ഭയങ്കരമായിട്ട് സോപ്പിടുക എന്നൊക്കെ പറയില്ല, അങ്ങനെ സംഭവമൊന്നുമില്ല. ബ്ലണ്ട് ആയിട്ട് ഹോണസ്റ്റ് ആയിട്ട് അവർ കാര്യങ്ങൾ തുറന്ന് പറയുന്നുള്ളതാണ്. ഫ്ലൂയിഡ് തോട്ട് അവർക്കുണ്ട്, ദേ ക്യാൻ എക്സ്പ്രസ് ഹിസ് ഐഡിയ സ്മൂത്ത്ലി, ഈസിലി. ഇവരും കൺവെർസേഷനിസ്റ്റ് ആണ്, സ്പീക്കറും റൈറ്ററും ഒക്കെ ആവാനുള്ള കേപ്പബിലിറ്റി ഉള്ള ആളാണ് ഇയാള്. ഇദ്ദേഹത്തിനും ടെമ്പർ ഉണ്ട്. ഓക്കെ, ടെമ്പർ എന്ന് പറയുന്നത് ഒരു ആങ്കർ അല്ല, പക്ഷെ ഒരു ഇമോഷണൽ ഇംബാലൻസ് ഉണ്ട്. ഇയാളെ പെട്ടെന്ന് സന്തോഷിപ്പിക്കാനും പെട്ടെന്ന് ദേഷ്യപ്പെടുത്താനും ഒക്കെ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ആളുടെ ടെമ്പർ ആണുള്ളത്. സോ ദ തേർഡ് പേഴ്സൺ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ഐ വിൽ വെയിറ്റ് ഫോർ 20 seconds. എത്ര ശതമാനം ശരിയാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളത് എഴുതാം, ഔട്ട് ഓഫ് 100. ഓക്കെ, ആളിവിടെ ഉണ്ട്. ഹൗ മച്ച് പെർസെൻറ്റേജ്? 100%. ഇപ്പോൾ ആൻസർ വന്ന രണ്ടാൾക്കാർ 100% ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഫോർത്ത് വണ് ഇദ്ദേഹം ഒരു സെലക്റ്റീവ് ലിസണറാണ്. സെലക്റ്റീവ് ലിസണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ചിലപ്പോൾ വേറെ ആൾക്ക് പണിയൊക്കെ കൊടുക്കും. അതായത് ദേ ക്യാൻ പുട്ട് അതേഴ്സ് പീപ്പിൾ ഔട്ട്. അതായത് ഞാനാണ് സംഭവം, അല്ലെങ്കിൽ രണ്ടാൾക്കാർ സംസാരിക്കുമ്പോൾ ഡോമിനൻസ് ആവാനൊക്കെ നോക്കും. ഓക്കെ, ഇയാളുടെ പ്രത്യേകത സെലക്റ്റീവ് ലിസണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആള് അവർക്ക് അവരുടേതായ ചില ഐഡിയാസ് ഉണ്ടാവും. മാറൂഫെ, ഇങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുള്ളൂ,
അല്ല എൻ്റെ ബുള്ളറ്റ് പ്രൂഫ് കോഫി ഒന്നും ഇവിടെ നടക്കൂല. ഒരു ഐഡിയ അവർക്ക് ഉണ്ടാവും. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ അവർ അഗ്രി ചെയ്യുള്ളൂ. അപ്പോ നമ്മളുടെ ഐഡിയ അവരുടെ ഐഡിയ ആയിട്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ മാറൂഫ് പറഞ്ഞത് കറക്റ്റ് ആണ്, മാറൂഫ് നല്ല ട്രെയിനറാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവർ പറയും അല്ല അത് ശരിയാവില്ല, നമ്മൾ അഗ്രി ചെയ്യൂല. അപ്പോൾ ഈ പേഴ്സൺ ഒരു ക്ലോസ്ഡ് മൈൻഡഡ് ആയിരിക്കും. ഓക്കെ, അടുത്ത ആളും സെക്കൻഡ് ആളും പറഞ്ഞിട്ടുണ്ട് 90% കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതേ ഒരു ക്ലോസ്ഡ് മൈൻഡഡ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഫ്ലൂയിഡിറ്റി ഓഫ് തോട്ട് ഉണ്ട്. ഭയങ്കരമായിട്ട് നല്ല കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഈ ക്യാൻ ബിക്കം എ ട്രെയിനർ, സ്പീക്കർ ഒക്കെ ആകാൻ പറ്റുന്ന കപ്പാസിറ്റി ആളാണ്. സെൻസിറ്റിവിറ്റി ക്രിറ്റിസിസം, അതായത് ഇദ്ദേഹത്തെ നമ്മൾ എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരും, അല്ലെങ്കിൽ അവർ ഡിസപ്രൂവൽ ആവും, അല്ലെങ്കിൽ അവർക്ക് അൺകംഫർട്ടബിൾ ആവും. അപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ഓക്കെ, ഇറ്റ്സ് ആൾസോ കോൾഡ് ഫിയർ ഓഫ് ഡിസപ്രൂവൽ. ഓക്കെ, എന്നെ ആരും റിജക്ട് ചെയ്യാൻ പാടില്ല, എന്നെ എല്ലാവരും അപ്രൂവ് ചെയ്യണം എന്നുള്ളൊരു സംഭവമുണ്ട്. ഇതൊന്നും എന്താണ് ഡെസ്റ്റിനി അല്ല, നിങ്ങളുടെ സബ് കോൺഷ്യസ് പാറ്റേൺ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ യുവർ ഹാൻഡ് റൈറ്റിംഗ് യു ക്യാൻ ചേഞ്ച് ദിസ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. വെറുതെ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യെസ്, യു ക്യാൻ ചേഞ്ച് ദിസ് ബൈ ജസ്റ്റ് ചേഞ്ചിങ് സം ഓഫ് യുവർ ലെറ്റേഴ്സ് ഇൻ യുവർ റൈറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ലോ സെൽഫ് എസ്റ്റീം. ഇയാൾക്ക് സെൽഫ് എസ്റ്റീം വളരെ കുറവാണ്. ഇയാൾ പറയും എന്തിനാ ഇപ്പം ഞാനത് ചെയ്യുന്നത്, എന്തായാലും എനിക്കത് കിട്ടാൻ പോകുന്നില്ല, ഐ ഡോണ്ട് തിങ്ക് എനിക്കത് കിട്ടും എന്നുള്ളത്. ഓക്കെ, എനിക്ക് തന്നെ ഇവിടെ പറ്റില്ല, ഞാൻ അങ്ങനെയൊന്നുമല്ല, എനിക്കൊന്നും അറിയില്ല. അവരെ തന്നെ കെയർ ചെയ്യൂല. ദേ ഡോണ്ട് കെയർ ദംസെൽഫ്. ഓക്കെ, അവർ പലപ്പോഴും പല കാര്യങ്ങളെ ഹോൾഡ് ചെയ്യും. ഫിയർ ഓഫ് ചേഞ്ച് ഇവരെ ഭയങ്കര പ്രശ്നമാണ്. ഇവർക്ക് ചേഞ്ച് ചെയ്യുന്നതിൽ ഭയങ്കര പ്രശ്നമാണ്. സോ ദിസ് ഈസ് ഓക്കെ. നെക്സ്റ്റ് വൺ, ഫിസിക്കൽ ഫ്രസ്ട്രേഷൻ. ഫിസിക്കലി ഇയാൾക്ക് എന്തോ ഫ്രസ്ട്രേഷൻ ഉണ്ട്. മേ ബി ഹെൽത്ത് വൈസ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് വൈസ് ആക്കാരം, ഓക്കെ, സെക്സ് വൈസ് ആക്കാരം. ഒരു ഫിസിക്കൽ ഫ്രസ്ട്രേഷൻ ഇയാൾക്കുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇയാളുടെ റീഡിങ്ങിൽ മനസ്സിലാവുന്നത്. ഫിസിക്കൽ ഫ്രസ്ട്രേഷൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ചില സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും, ബിക്കോസ് എനിക്കങ്ങനെ സീക്രട്ട് ഒന്നുമില്ല. പക്ഷെ ചില ആളുകൾ ഉണ്ടാകും എല്ലാ കാര്യങ്ങളും അങ്ങനെ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, ചില കാര്യങ്ങൾ ഇന്നിൽ തന്നെ നിൽക്കണം, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ചില സീക്രട്ടുകൾ, ഇവർക്കൊരു സീക്രട്ട് നേച്ചർ ഉണ്ടാവും. അവരുടെ പല കാര്യങ്ങളും മറ്റുള്ളവരെ അറിയുന്നത് ഇഷ്ടമല്ല. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ ഗ്രൂപ്പിൽ പറയാറുണ്ട്, ഞാൻ നാട്ടിൽ പോയ സമയത്ത് എൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എനിക്ക് വന്നു. ഞാൻ ഗ്രൂപ്പിൽ എനിക്ക് ഫാറ്റി ലിവർ വന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു ഗ്രൂപ്പിൽ. അങ്ങനെ സംഭവങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇഷ്ടമല്ല. കാരണം ഞാൻ കോച്ചല്ലേ, എനിക്കെങ്ങനെ ഫ്രൂട്ട്സ് ആയിട്ട് ഫാറ്റി ലിവർ വരാൻ പറ്റും? അപ്പോൾ ആ ഒരു സീക്രട്ട് അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഇയാൾ അവിടെ ഉണ്ടെങ്കിൽ, ഉണ്ടോന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചാറ്റ് ബോക്സിൽ വരിക, ഹൗ മെനി പെർസെൻറ്റേജ് ഈസ് കറക്റ്റ് എന്ന് പറയാം. Now, the question is, how many of you want to learn this? There is a private message, 100%. Okay. How many of you want to learn this? I need. Yes, very good. ഇത് ഞാൻ പഠിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായത്, നമ്മുടെ ഡിസ്കവറി കോളിൽ ഞാനിത് ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ ഹാൻഡ് റൈറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഇയാൾ കോച്ചബിൾ ആണോ, ഇയാൾക്ക് റെഗുലർലി മാറണം എന്ന് ആഗ്രഹമുണ്ടോ, ഇയാളുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പൊ എന്താവും, ഈവൻ ബ്ലഡ് ടെസ്റ്റിനെക്കാട്ടിലും അക്യുറേറ്റ് ആയിട്ട് എനിക്ക് കോച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പ്ലാറ്റിനം മെമ്പേഴ്സിനോട് എല്ലാവരോടും നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് ഷെയർ ചെയ്യാൻ പറഞ്ഞത്. ബിക്കോസ് ഐ ക്യാൻ ഹെൽപ്പ് യു ഇൻ എ ബെറ്റർ വേ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഞാൻ ഇത് കോച്ചിങ് ഇപ്പോൾ അർജന്റായിട്ട് കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് നൗ യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഹ്യൂമൻ നീഡ്സ്. നിങ്ങൾക്ക് സിഗ്നിഫിക്കൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഈസി വേ ആണ് ഗ്രോത്തും കോൺട്രിബ്യൂഷനും. നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഷംഷീറിന്റെ കമ്പനിയിൽ ഒരാൾ ജോലിക്ക് ഹയർ ചെയ്യുമ്പോൾ ഞാൻ അയച്ച സാമ്പിൾ അങ്ങ് അയച്ചു കൊടുക്കുക, എന്നിട്ട് അവരോട് എഴുതിക്കാൻ പറയാം. എഴുതിയിട്ട് നോക്കുമ്പോൾ മനസ്സിലാകും ഇവൻ എങ്ങനത്തെ ആളാണ്, ഇവനിക്ക് പ്രൊക്കാസ്റ്റിനേഷൻ ഉണ്ടോ. ഓക്കെ, പ്രൊക്കാസ്റ്റിനേഷൻ നമുക്ക് മനസ്സിലാവും. പ്രൊക്കാസ്റ്റിനേഷൻ ഉണ്ടോ, ഇയാള് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യോ, ഇയാൾ റിജിഡ് ആണോ, ഇയാൾ പറഞ്ഞാൽ കേൾക്കാത്ത ആളാണോ, എവ്രിതിങ് വി ക്യാൻ റീഡ് ഫ്രം ദിസ്. അപ്പോ നമ്മളൊരു പുതിയ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു.
ദ ന്യൂറോ ഇങ്ക് എന്നാണ്. അതായത് നമ്മളെ പെന്നിന്റെ ടിപ്പും ഒരു പേപ്പർ ഉപയോഗിച്ച് നമ്മളെ ബ്രെയിനിനെ റീവയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. വളരെ സിമ്പിൾ ആണ്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആളുകൾക്ക് കോച്ച് ചെയ്യാം. കാരണം എന്താ, ഇപ്പൊ നിങ്ങളോട് ഞാൻ ഒരു ബയോ ഹാക്കിംഗ് കോച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ള പേടി എന്താണ്? മാറൂഫെ, ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും തെറ്റ് പറ്റിയാലോ, ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ അല്ലെങ്കിൽ ലാബ് മാർക്കർ നോക്കുമ്പോൾ ഞാൻ അതിന് കുറേ പഠിക്കണ്ടേ, ഞാൻ അതിന് കുറേ സംഭവങ്ങൾ ചെയ്യണ്ടേ? ഈ ഞാനിപ്പോ ചെയ്തതുപോലെ ഒരാൾ റീഡിങ് നോക്കി അയാൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വി മേ നീഡ് ഫ്യൂ ഹവേഴ്സിലെ കോച്ചിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ റീഡ് എനിബഡീസ് ഹാൻഡ് റൈറ്റിംഗ്. ഓൺലി കണ്ടീഷൻ ഈസ് 17 വയസ്സാവാത്ത കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കരുത്. അതൊരു അഡ്വാൻസ്ഡ് പ്രോഗ്രാം ഇൻഷാല്ല ഫ്യൂച്ചറിൽ വരും. ഞാനിപ്പോൾ സർട്ടിഫൈഡ് ഹാൻഡ് റൈറ്റിംഗ് അനലിസ്റ്റ് ആണ് ആൻഡ് ഗ്രാഫോ അനലറ്റിക് തെറാപ്പിസ്റ്റ് ആണ്. ഇപ്പോൾ ഞാൻ അതിന്റെ പ്രൊഫഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സൂൺ വിത്തിൻ ദിസ് മന്ത് തന്നെ അതും എനിക്ക് കിട്ടും. സോ ഐ വിൽ ബി ഹെൽപ്പിംഗ് യു ടു റീറൈറ്റ് യുവർ തലവര യൂസിങ് യുവർ ഹാൻഡ് റൈറ്റിംഗ്. ഓക്കെ, സോ ഇനി ഇതില് let me change this into chat box into okay everyone, okay, group chat, yes. അപ്പോ ഇനി ഇതില് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമുക്കൊരു ഇതൊരു കോഴ്സാണ്. യെസ്, ഓഫ് കോഴ്സ് പ്ലാറ്റിനം മെമ്പേഴ്സിന് ഇത് എല്ലാവർക്കും ഇത് ഫ്രീ ആണ്. പക്ഷെ പുതിയ മെമ്പേഴ്സിന് നമ്മൾ ഇത് ഫീസ് വെച്ചിട്ടുള്ളത് 750 ദിർഹംസ് ആണ്. ലൈഫ് ടൈം ആക്സസ് ഉണ്ടാകും. ഇത് നമ്മളൊരു കോച്ചിങ് മോഡലാണ് ബിൽഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ, ഒരു കാശ് ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയ രീതിയിൽ, എസ്പെഷ്യലി നമ്മളെ ഹോം മേക്കേഴ്സിന്, ഓക്കെ, ഹോം എഞ്ചിനീയേഴ്സ്, അതായത് വീട്ടിലുള്ള, ഇപ്പൊ എന്റെ വൈഫിന് ഒരു പക്ഷേ ഞാൻ ചെയ്യുന്നത് പോലെ ഒരു ഫുൾ ടൈം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ദിവസം, ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗ് അനലൈസ് ചെയ്യാൻ പറ്റും. അയാൾക്ക് വേണ്ട ടാസ്കുകൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് അവരുടെ ചെറിയ ടിപ്പുകൾ ഉപയോഗിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകളുടെ ലൈഫിൽ ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ബയോ ഹാക്കിങ്ങിൽ നമ്മൾ ശരിക്കും ആദ്യമായിട്ട് പഠിക്കേണ്ട കാര്യം ഇതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ബയോ ഹാക്കിംഗ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് എടുക്കണം, നമുക്ക് സപ്ലിമെന്റ്സ് വേണം, ഇറ്റ് റിക്വയർഡ് സം എക്സ്പെൻസ്, യെസ് ഓർ നോ, കുറച്ച് എക്സ്പെൻസ് ഉണ്ട് അതിൽ. പക്ഷെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെന്നും പേപ്പറും മതി. നിങ്ങളെ മരുന്നിന് അത് മതി. ശംഷീറിന്റെ തൈറോയ്ഡ് ഇഷ്യൂ നമുക്കൊരു പെന്നും പേപ്പർ കൊണ്ട് മാറ്റാൻ പറ്റിയ എങ്ങനെ ഉണ്ടാവും? തിങ്ക് അബൌട്ട് ഇറ്റ്. സോ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 750 ദിർഹംസ് ആണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ലോഞ്ചിങ് ആയതുകൊണ്ട് നമ്മൾ അതിന്റെ പ്രൈസ് കുറച്ചിട്ടുണ്ട്. 450 ദിർഹംസ് ആണ് ഫസ്റ്റ് ബാച്ചിന് നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ സ്റ്റിൽ ഞാൻ വിചാരിച്ചു ഇത് എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ഡിസ്കൗണ്ട് തരികയാണ്. ഫസ്റ്റത്തെ 10 മെമ്പേഴ്സിന് ജസ്റ്റ് 350 ദിർഹംസേ ഉള്ളൂ. മെമ്പേഴ്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ പേ ചെയ്തോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഓൾറെഡി എല്ലാ പ്രോഗ്രാംസും നമ്മൾ കമ്മിറ്റ് ചെയ്ത പോലെ തന്നെ ഫ്രീ ആണ്. ബട്ട് ഇഫ് യു വാണ്ട് യു ക്യാൻ പേ. ഞാൻ വേണ്ടതെന്ന് പറയില്ല. സോ നിങ്ങൾക്കുള്ള ലിങ്ക് ചാറ്റ് ബോക്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാകും. UAE പേയ്മെന്റ് അടക്കുന്ന ആളുകൾക്ക് ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേ ഉണ്ട്, ഇന്ത്യയിൽ അടക്കുന്ന ആളുകൾക്കുണ്ട്. സോ ഗൂഗിൾ പേ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഈ പ്രോഗ്രാം എൻഡ് ചെയ്തിട്ട് വിത്തിൻ ഫ്യൂ മിനിറ്റ്സിൽ ഈ പേയ്മെന്റ് ഗേറ്റ്വേ ഒക്കെ ബ്ലോക്ക് ആവും. ലൈഫ് ടൈം ആക്സസ് ആണ്. ദിസ് വിൽ ബി എ സ്കിൽ, യുനോ, നാളത്തെ നെക്സ്റ്റ് ജനറേഷന് വേണ്ടി നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ബയോ ഹാക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് എന്താണ് ബേസിക്കലി എല്ലാവർക്കും ഒരു പക്ഷേ അതിന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. സോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണിയാണ്. സോ മണി പീസിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി പരിപാടിയാണത്. ഒരുപാട് എഫേർട്ടിലുള്ള എവറിത്തിങ് ഐ വിൽ പ്രൊവൈഡ്, യുനോ, ഓൾ സ്ട്രക്ചേഴ്സ്, എങ്ങനെ കോച്ച് ചെയ്യണം, എങ്ങനെ സംഭവങ്ങൾ ചെയ്യണം എന്നുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ പ്രൊവൈഡ് ചെയ്യും. സോ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് അടക്കുക. ഓക്കെ, ഓൾറെഡി ഇപ്പൊ പേയ്മെന്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഓഫർ ഉണ്ടാവുക. ആ ലിങ്ക് ഈ പ്രോഗ്രാം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ലിങ്ക് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അത് ചോദിക്കട്ടാ? യെസ് പ്ലീസ്. ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസ് ഇത് അനലൈസ് ചെയ്യാൻ മാത്രമാണോ, ഹൗ ടു കറക്റ്റ് എന്നുള്ളത് ഉണ്ടാവുമോ? യെസ്, ഹൗ ടു കറക്റ്റ് എന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ലെറ്റ് മീ ഷോ യു. യെസ്, ഇപ്പൊ എല്ലാവരും താങ്ക് യു എന്ന് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നിങ്ങൾ എഴുതിയ താങ്ക് യുവിന്റെ T ലെറ്റർ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ T എഴുതിയ സമയത്ത് നമ്മൾ നോർമലി എങ്ങനെ എഴുതുക? T എന്ന് ഇങ്ങനെ എഴുതും, അതല്ലെങ്കിൽ T എന്ന് ഇങ്ങനെ എഴുതും,
ഓക്കെ, സ്മോൾ ലെറ്റർ ടി ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതില് ടീന്റെ ഈ സ്റ്റം, ഈ വരല്ലേ, ഈ വര താഴത്തോട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ വരേണ്ട വര കുറച്ച് ഇങ്ങോട്ട് വന്നു. ഇങ്ങനെ വന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ലോ സെൽഫ് എസ്റ്റീം ഉണ്ട് എന്നുള്ളതാണ്. ഇനി ആ നിങ്ങൾ എഴുതിയ താങ്ക് യുവിന്റെ വര കുറച്ച് അങ്ങനെ റൈറ്റിലോട്ട് വന്നുവെങ്കിൽ നിങ്ങൾക്ക് ടെമ്പർ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ആ എഴുതിയ വര കുറച്ച് ലെഫ്റ്റിലോട്ട് വന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രൊക്കാസ്റ്റിനേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ സബ് കോൺഷ്യസ് ലെവലില് ഇതിനെ ഫിക്സ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഈ ടീന്റെ വര ഒന്നില്ലെങ്കിൽ മേലെ കൊണ്ടുപോയിടുക. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈ വര ഈക്വൽ ആക്കുക. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീവയർ ചെയ്യാൻ സഹായിക്കും. ഇനി നിങ്ങൾക്കൊരു വിഷണറി സ്റ്റൈൽ ടു മച്ച് സെൽഫ് കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ടീന്റെ വര എന്ത് ചെയ്യാം, ടീന്റെ വര ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയിടാം. അത് ഈക്വൽ ആയി. നൗ യുവർ സെൽഫ് കോൺഫിഡൻസ് ഈസ് വെരി ഹൈ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കുറച്ച് മേലെ കൊണ്ടുപോയിടാം, ടോപ്പിൽ കൊണ്ടുപോയിടാം. ഇങ്ങനത്തെ ചെറിയ ആക്ടിവിറ്റികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിൽ മാറ്റം വരുത്തുന്ന അതിന് ചില ആക്ടിവിറ്റീസ് ഉണ്ട്, അതിന് ചില വർക്ക് ബുക്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് എന്തെങ്കിലും ചെയ്യാന്നുള്ളതൊക്കെ. സോ ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ മാറ്റം വരുത്താൻ പറ്റും. ഓക്കെ, മൈ ടി ഈസ് ലൈക്ക് ദിസ്, ക്യാപിറ്റൽ ടി. സോ യു മേ ഹാവ് ഹൈ സെൽഫ് കോൺഫിഡൻസ്, ഷമീന. ഓക്കെ, സോ ഇതേ ഉള്ളൂ, വലിയ സംഭവമല്ല. മറ്റേതെന്താണ്, നിങ്ങൾ ഡയറ്റ് ചെയ്യണം, നിങ്ങൾ ഉറക്കം ശരിയാക്കണം, കുറേ സംഭവം, മെഡിറ്റേറ്റ് ചെയ്യണം, മണിക്കൂറുകളോട് മെഡിറ്റേറ്റ് ചെയ്യണം, ഒക്കെ ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യണം. ഇതൊന്നുമില്ല. നിങ്ങൾ ഡെയിലി എഴുതുന്ന സമയത്ത് ടീന്റെ മേലെ കൊണ്ടുപോയിട്ട് ഇടുക, അത് ഈക്വൽ ആണെന്ന് ഉറപ്പ് വരുത്തുക. അതല്ലെങ്കിൽ ടീ ഇടുന്ന സമയത്ത് ഏറ്റവും മേലെ കൊണ്ടുപോയിട്ട് ഇടുക. ഇങ്ങനെ നിങ്ങളുടെ എല്ലാ സംഗതികളും, നേരത്തെ പറഞ്ഞ ടെമ്പറുള്ള ആളുകൾ അവരെ ടീ സെന്ററിൽ ഇട്ട് കഴിഞ്ഞാൽ ടെമ്പർ മാറും. പ്രൊക്കാസ്റ്റിനേഷൻ ഉള്ള ആളുകൾ, പ്രൊക്കാസ്റ്റിനേഷൻ അത് ഉള്ളവരും സെന്ററിലുള്ള പ്രൊക്കാസ്റ്റിനേഷൻ മാറും. ബിക്കോസ് ഇതിന്റെ സയൻസും ഇതിന്റെ റിസർച്ച് പ്രൂഫുകളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ജസ്റ്റ് കൈയിന്റെ ഒരു ചെറിയ മൂവ്മെന്റ് വിൽ ക്രിയേറ്റ് എ ഡിഫറെന്റ് റീവയറിംഗ് ഇൻ യുവർ ബ്രെയിൻ. അതുകൊണ്ടായിരിക്കാം ബൈബിളിലും ഖുറാനിലും വേദങ്ങളിലും ഒക്കെ പറഞ്ഞത് എന്ത്, ഖുറാനിൽ പറയുന്നുണ്ട്, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ. ഫസ്റ്റ് എന്നെ പറഞ്ഞത് ഏതാ? ഞാനൊക്കെ പണ്ട് ടെക്നോളജിക്കാരനല്ലേ, ഞാൻ ഇനി പേനയൊന്നും വേണ്ട, ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കണ്ട, ഒക്കെ ടെക്നോളജി അല്ലേ എന്ന് വിചാരിച്ചിട്ട് പോയതാ. ഞാൻ ടാബൊക്കെ എഴുതാൻ വേണ്ടി ടാബൊക്കെയാണ് ഉപയോഗിക്കുക. ഇത് പഠിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായി, നൗ ഐ വാണ്ട് ടു ഗോ ബാക്ക് ടു ദ പേപ്പർ ആൻഡ് പെൻ. അപ്പോ ഇത് ഹ്യൂജ് ലെവൽ ഓഫ് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കും. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഹ്യൂജ് ലെവൽ ഓഫ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ സമൂഹത്തിൽ. ഒരാൾക്ക് പറയാണ് റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ട്, വി ക്യാൻ ഫിക്സ് ദിസ് യൂസിങ് ദിസ്. അവരോട് പറയാം ടി ഇങ്ങനെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഓ എഴുതുമ്പോൾ എങ്ങനെ, സീക്രട്ട് ഉള്ളവർ എന്ത്, സീക്രട്ട് മാറ്റണമെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് സത്യങ്ങൾ ബ്ലണ്ട് ആയിട്ട്, ഒരാളുടെ പറഞ്ഞ ബ്ലണ്ടാണ്, തുറന്ന അയാൾക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. അങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ബിജുവിന് അങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ബിജുവിന്റെ ഓലൊരു മാറ്റം വരുത്തിയാൽ മതി. സോ വളരെ സിമ്പിൾ ആണ്. എനിബഡി, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് യു ക്യാൻ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ബയോ ഹാക്കിംഗ് അങ്ങനെയല്ല, അത് ഇന്റേണലൈസ് ചെയ്യണം. ഇൻസുലിൻ എന്നാലും മനസ്സിലാവണം, ബ്ലഡ് ഷുഗർ എങ്ങനെ പോകണം, കൊളസ്ട്രോൾ എങ്ങനെ, ട്രൈഗ്ലിസറൈഡ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പോ യെസ് ഓഫ് കോഴ്സ് അതിൽ നിങ്ങളെ കോച്ചാവാൻ ഞാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഐ തിങ്ക് നിങ്ങളുടെ ഹ്യൂമൻ നീഡ്സിലെ ടോപ്പ് ആയിട്ടുള്ള ഗ്രോത്തിനെയും കോൺട്രിബ്യൂഷനെയും നിങ്ങൾക്ക് ഈവൻ ജോലി ഉണ്ടെങ്കിലും, എനിവൺ, ഹൗസ് വൈഫ് ആണെങ്കിലും ആരാണെങ്കിലും, ഹോം മേക്കർ ആണെങ്കിലും ഹോം എഞ്ചിനീയർ ആരാണെങ്കിലും, ദേ ക്യാൻ ഡു ദിസ്. വെരി സിമ്പിൾ ആണ്, വെരി സിമ്പിൾ. അപ്പോൾ ഫസ്റ്റ് ബാച്ചിന് മാത്രമാണ് ഞാനൊരു അങ്ങനെ ഒരു സംഭവം തരുന്നത്. നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് ഉണ്ടാകും. ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ സെഷനുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റി ഒക്കെ ഷെയർ ചെയ്യും, നിങ്ങളത് ഷെയർ ചെയ്യും ഗ്രൂപ്പിൽ. നമ്മൾ ഹാൻഡ് ട്രാക്കറൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തർ ഹാൻഡ് റൈറ്റിംഗ് എടുത്ത് അവിടെ അത് ഷെയർ ചെയ്ത് ഇത് ശരിയാണോ നമുക്ക് വാലിഡേറ്റ് ചെയ്യും. മാത്രമല്ല ഞാനൊരു AI ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ChatGPT. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞത് ശരിയാണോ? ആ ChatGPT പേഡ് ChatGPT ആക്സസ് തരും. നിങ്ങളെ ഹാൻഡ് റൈറ്റിംഗ് അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് തരും. നമ്മുടെ ലക്ഷ്യം ChatGPT കൊണ്ട് അനലൈസ് ചെയ്യിക്കലല്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇയാളുടെ പ്രശ്നം എന്താണ്. അപ്പോ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്വയം മാറ്റാൻ പറ്റും. ഒരുപാട് സമയമല്ല, മെഡിറ്റേറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ചില ഹാൻഡ് എക്സസൈസുകളുണ്ട് ബ്രെയിൻ റീവയർ ചെയ്യാൻ. അതുപോലെ തന്നെ ചില മൂവ്മെന്റ്, ചില റൈറ്റിംഗിലുള്ള വ്യത്യാസം മാത്രം കൊണ്ടുവന്നാൽ മതി.
ഹ്യൂജ് ലെവൽ ഓഫ് ട്രാൻസ്ഫർമേഷൻ ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മളെ വീട്ടിലും നമ്മുടെ ഫാമിലിയിലും. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊരു പെയ്ഡ് പ്രോഗ്രാം ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്കൊരു എക്സ്ട്രാ റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണത്. അപ്പോൾ ഞാൻ പറയുന്നത് മറ്റു ചില ട്രെയിനർമാർ പറഞ്ഞ എന്റെ സാധനങ്ങൾ വേറെ പഠിപ്പിക്കരുതെന്നല്ല, എന്റെ സാധനങ്ങൾ എടുത്തോളി, എനിക്കൊരു കുഴപ്പമില്ല. ടീച്ച് ദിസ് ടു എവരി വൺ, മേക്ക് സം മണി. ഓക്കെ, യെസ്. ലൈഫ് ടൈം ആക്സസ് ഫോർ എവറി ഹാൻഡ് റൈറ്റിംഗ് ക്ലാസ് ആണോ? യെസ്, ഈ ഫസ്റ്റ് ലെവലാണത്. ഓക്കെ, ഫസ്റ്റ് ലെവലിലുള്ള ആളുകൾക്ക്, അതായത് ഇതിന്റെ ഡിഫറെന്റ് ലെവൽസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ കുട്ടികളെ ഫസ്റ്റ് ലെവലിൽ നമുക്ക് കുട്ടികളെ മനസ്സിലാവില്ല. നിങ്ങൾ ഇത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രൊഫഷണൽ ലെവൽ സ്റ്റാർട്ട് ചെയ്യും. ഇതിന്റെ ഇത് ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് ഒരു എക്സ്ട്രാ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുക, കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് എന്നുള്ള സംഭവം കൂട്ടുക, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടുക. അത് ആദ്യം നിങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, പ്ലസ് അത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ കൊടുക്കുന്നു. നിങ്ങൾക്കത് കോച്ചിങ് സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്ത് തരും. എവറിത്തിങ് വി വിൽ ഹെൽപ്പ് യു ടു ഡു ദാറ്റ്. ഓക്കെ, സോ ന്യൂറോ ഇങ്കിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് ഉണ്ടാകും. എവറി ടൈം വി കണ്ടക്ട് ദ സെയിം കോഴ്സ് യു വിൽ ഹാവ് ആക്സസ്. ഓക്കെ, പേയ്മെന്റ് അടക്കാത്തവർ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് അടക്കുക. യെസ്, ഫ്യൂ പേയ്മെന്റ് റിസീവ് ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻ ഫോർ ദ പീപ്പിൾ ഹു മെയ്ഡ് ദ പേയ്മെന്റ്. അല്ലാത്തവർ ഈ ഓഫർ ഞാൻ ഈ സെഷൻ ക്ലോസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മൾ ക്ലോസ് ആക്കുന്നതാണ്.